ഇപ്പോൾ നമ്മൾ എനർജി മെത്തേഡ് ഉപയോഗിച്ചിട്ട് PDEയുടെ യൂണീക്ക്നെസ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് ഫസ്റ്റ് പാർട്ട് ഒരു പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ ഈ പ്രോപ്പർട്ടി എല്ലാം പ്രൂവ് ചെയ്തു. ലാസ്റ്റിൽ നമ്മൾ ദിസ് W of x t is ഐഡന്റിക്കലി ഈക്വൽ ടു 0 എന്ന് തെളിയിച്ചു. W is ഐഡന്റിക്കലി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ W is equal to u1 minus u2 എന്ന് പറഞ്ഞാൽ എടുത്തിരുന്നത്. ഐഡന്റിക്കലി ഈക്വൽ ടു 0 implies u1 is equal to u2. So the solution is unique. ഇനിയും നെക്സ്റ്റ് കേസിൽ ഇനി നമ്മുടെ സെയിം PDE പ്രോബ്ലം തന്നെ, പക്ഷേ ആ കണ്ടീഷൻസിൽ ചില വ്യത്യാസമുണ്ട്. ന്യൂമാൻ കണ്ടീഷൻ ആയിരുന്നു നേരത്തെ പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഡിറിച്ലെറ്റ് കണ്ടീഷനേക്ക് തിരിയുമ്പോൾ എങ്ങനെ വരുന്നു, ഇതിൻ്റെ പ്രൂഫ് എങ്ങനെ പോകുന്നു? സെയിം പ്രൂഫ് തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ഡിറിച്ലെറ്റ് ക്വാഡ്രേറ്റിക് കണ്ടീഷൻ ഉപയോഗിക്കുമ്പോൾ u of 0t എന്ന് പറയുന്നത് a of t ആയിട്ട് മാറും, u of lt is equal to b of t ആയിട്ട് മാറും. We use the same energy integral E of t is equal to നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത E of t തന്നെ. this E of t തന്നെ ഉപയോഗിച്ചാൽ മതി. ഇതേ പ്രൂഫ് തന്നെ എഴുതിയാൽ മതി. ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറയാം. E dash of t will be equal to c square wx w2 to the limit 0 to l എന്ന് വെച്ച് കഴിഞ്ഞാൽ c square into ഒരു മിനിറ്റ് this this c square into and w x of lt into wt of lt, c square is common, minus this wx of 0t into wt of 0t. ഇതാണല്ലോ ഈ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട് W of 0t W of lt 0 ആണ് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്? u of 0t a of t u of lt b of t ആവുമ്പോൾ W is equal to u1 minus u2 എന്ന് പറയുന്നത് will be ഈ കണ്ടീഷൻസ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോപ്പർട്ടി ഉപയോഗിച്ച് തന്നെ. ഇതിപ്പോൾ ടിയിലെ മാത്രം ഒരു ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ടിയിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആൻസർ എന്ത് തന്നെയാണ് കിട്ടുന്നത്? ഈക്വൽ ടു 0 തന്നെയാണ് കിട്ടുന്നത്. ഈക്വൽ ടു 0 കൂടെ ഉണ്ട്, ആഡ് ചെയ്തേക്കണേ നോട്ടിനകത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ WT of 0tയും WT of LTയും 0 ആണെങ്കിൽ നമ്മുടെ ഇവിടെ WT of LT 0 ആയിട്ട് മാറും, WT of 0tയും 0 ആയിട്ട് മാറും. അതായത് all factor will be 0 minus 0, that is answer will be equal to 0, that is E dash of t is equal to 0. ഇവിടെയും എനർജി കൺസർവ്ഡ് ആണ്. നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം അതേ പ്രൂഫ് തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് ഇതിന്റെ ബാക്കിയായിട്ട് എഴുതേണ്ടത് E dash of t is equal to 0, പിന്നെ ഈ പ്രൂഫ് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. E of t will be a constant and this yes, the same proof ടെക്സ്റ്റിലോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. The rest of the proof is exactly same as in the previous example. നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ചെയ്ത് ലാസ്റ്റ് നമുക്ക് this ഒരു മിനിറ്റ് this W of xt will be identically equal to 0 എന്നും പറഞ്ഞ് നമുക്ക് കിട്ടും. ഈ സെയിം പ്രൂഫ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഈ ഒറിജിനൽ പ്രൂഫ് ന്യൂമാൻ പ്രോബ്ലത്തിലായിരുന്നു, പുതിയ പ്രൂഫ് ഡിറിച്ലെറ്റ് പ്രോബ്ലത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് യെസ്, നേരത്തെ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തതിൻ്റെയാണ്. ഒരു മിനിറ്റ്, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത് ഇതായിരുന്നു. The rest of the proof will be same as in the previous example and this energy method can also be applied to heat conduction problem. നമ്മൾ ഇത്ര നേരം വേവ് ഇക്വേഷൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലത്തിലേക്ക് എങ്ങനെ മാറും? അപ്പോൾ അവിടെ ഡിറിച്ലെറ്റ് പ്രോബ്ലം നമ്മൾ കൺസിഡർ ചെയ്യണം. ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം ഇതാണ്, ബൗണ്ടറി കണ്ടീഷൻ ഇതാണ്, ഇനിഷ്യൽ കണ്ടീഷൻ ഇതാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബ്ല്യൂയിലേക്ക് ഈ ഫുൾ പ്രോബ്ലം മാറ്റി എഴുതണം. നേരത്തെ നമ്മൾ മാറ്റി എഴുതിയതിൻ്റെ കൂട്ട് തന്നെ ഇതേ ഫോർമാറ്റിൽ
ഈ ഫോർമാറ്റിലേക്ക് ആ പ്രോബ്ലം മാറ്റി എഴുതണം. ദിസ് W is equal to U1 minus U2 where U1 and U2 be two solutions of the given heat conduction problem. Dirichlet heat conduction problem. And this ഇവിടെ നമ്മൾ എനർജി ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇ ഓഫ് ടി എന്ന് പറയുന്നത് 1/2 ഇൻറ്റഗ്രൽ 0 to L W സ്ക്വയർ ഡി എക്സ് ആണ്. നേരത്തെ എടുത്തതിനേക്കാളും വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി 1/2 ഇൻറ്റഗ്രൽ 0 to L W സ്ക്വയർ ഡി എക്സ്. ഇൻറ്റഗ്രലിന് അകത്ത് ഡെറിവേറ്റീവ് പോകുമ്പോൾ W സ്ക്വയർ എന്നുള്ളത് 2WWT എന്ന് വരും. 2ഉം 2ഉം കൂടെ ക്യാൻസൽ ആയി പോവും. എന്നിട്ട് നമ്മൾക്ക് WWT എന്ന് പറഞ്ഞ് കിട്ടും. ഈസ് ഈക്വൽ ടു this WT is equal to K times WXX. ഇത് നമുക്ക് ഈ ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം ഇവിടെ നിന്ന് കിട്ടും. ആൻഡ് കാരണം നമ്മൾ ഡബ്ല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ WT മൈനസ് KWXX എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കിട്ടും. ഇംപ്ലൈസ് WT is equal to KWXX ആണ്. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് WTക്ക് പകരം WXX, KWXX, and this W goes here, and this E dash of T will be evaluated, and integration by parts ഉപയോഗിച്ചിട്ട് ചെയ്യുക. This first functionality is W എടുക്കുക, second functionality WXX എടുക്കുക. അപ്പോൾ K first function into integral of second function is WXX is WX, and limit is we have given the limit, and this minus integral derivative of first function is WX, and integral of second function is WX. Both multiplying we get WX square KWX square integral 0 to L, and this factor will goes to 0 because WX of L WX L0. What is that? One minute. This W of L0, yes. This W of 0 T will be 0, and W of LT will be 0 from here. So this W term is here, and W of LT will be 0, and W of 0 will be 0. So evaluating this in limit, we will get answer is 0, and the rest part is for E dash T we have minus integral 0 to L K WX the whole square, that is W integral 0 to L K WX the whole square, and this K is positive, WX square is positive, integral will be positive, and this negative sign implies the whole integral will be less than or equal to 0. That is E dash of T is less than or equal to 0. This E dash of T less than or equal to 0 means the slope is E dash of T. This slope is negative. Means that the graph of the function is not increasing, decreasing, or it may be constant or decreasing function. So we have a decreasing function means for 0 less than or equal to T we have E of 0 will be greater than or equal to E of T. What is E of 0? E of 0 is equal to 0. From where we get? From the definition of E. This E of 0 is equal to 1/2 integral 0 to L W of W square of this S X 0 dx. What is W square of x0? W of x0 will be equal to 0 from here, this condition, and we get W square of x0 dx will be equal to 0. So integral of 0 is equal to 0. So E of 0 will be 0. So this E of 0 will be 0, and this implies 0 greater than or equal to E of T for all T. This is numbered as 1, equation 1. Now from this formula of E of T, and W square is positive, and integral is 1/2 is multiplied, and integral, so this value will be greater than or equal to 0. So E of T will be greater than or equal to 0. That is E of T greater than or equal to 0. This is marked as 2. From 1 and 2 together we get
this E will be identically equal to 0. That is, E of t is negative here, E of t is positive here, both together implies that E will be equal to 0. So this energy E will be equal to 0 means this integrand, this E will be equal to 0 means this integrand W square will be identically equal to 0. That is written here, W of this will be identically equal to 0, and the uniqueness is proved as same as above. നിങ്ങൾക്ക് ഇതിൻ്റെ ന്യൂമാൻ പ്രോബ്ലം ആൻഡ് ബൗണ്ടറി കണ്ടീഷൻ ഓഫ് തേർഡ് കൈൻഡ് ആണെങ്കിൽ ഇതേപോലെ പ്രൊസീഡ് ചെയ്ത് നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ യുണീക്ക്നെസ് പാർട്ട് ഈസ് പ്രൂവ്. നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്. എലിപ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് എലിപ്റ്റിക് പ്രോബ്ലംസ്. എലിപ്റ്റിക് ഇക്വേഷൻ വരുമ്പോഴുള്ള പ്രോബ്ലത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം ഇഫ് ഡി ബി എ പ്ലെയിനാർ ഡൊമൈൻ, ഡി ഒരു പ്ലെയിനാർ ഡൊമൈൻ ആണെങ്കിൽ, അതായത് എ നോൺ എം ഡി കണക്റ്റഡ് ആൻഡ് ഓപ്പൺ സെറ്റ് ഇൻ ആർ ടു, ഇതൊക്കെ നിങ്ങൾ ടോപ്പോളജി പഠിക്കുന്ന, ജസ്റ്റ് ഇവിടെ വലിയ പ്രാധാന്യമില്ല, ജസ്റ്റ് കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക, കണക്റ്റഡ് ആണ് ഓപ്പൺ സെറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ദെൻ ദി ലാപ്ലേസ് ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ, ലാപ്ലേസ് ഇക്വേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ യു എന്നുള്ളതാണ്, ഡെൽ അല്ല ഡെൽറ്റ യു. ഡെൽറ്റ യു എന്ന് വെച്ചാൽ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ must be equal to 0 for all xy belongs to D. The function u satisfying this first equation 1 is called harmonic function. നമുക്ക് സാധാരണ അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. And this Laplace equation is a special case of the general equation del du is equal to f of x comma y. This is marked as 2. That is, if this capital F is equal to 0, then we get delta u is equal to 0. That is, delta u is equal to 0 means harmonic function. So harmonic function is a general case of this general equation delta u is equal to f of xy, where f is a given function, and this French mathematician Simon Poisson in his studies he used this type of 2, and therefore this equation 2 is called Poisson's equations. What is left hand side? It is u x x plus u y y is equal to capital F of x y. Capital F can be any function of x and y. So first initially we define what is a Dirichlet problem. The problem defined by Poisson equation. What is Poisson equation? Delta u is equal to capital F of x comma y, and together with the Dirichlet boundary condition. What is Dirichlet boundary condition? U of x y is equal to g of x comma y for all x y belongs to the dou d. Dou d means d will be a region in R2, and this boundary of boundary part of this region is called dou d, boundary of d. Okay, this at this boundary of d we have this u of the solution answer will be g of xy for a given function, any function g. Together with this Poisson equation and this boundary condition, Dirichlet boundary condition, we have this Dirichlet problem, and this Poisson equation together with the Newman boundary condition. This is a new notation, dou n. Dou n means the derivative in the direction n cap. N cap means the unit normal vector. One minute. This unit normal vector in your text it is written that this is yes, unit outward normal to the dou d. That is unit normal vector to the boundary dou d. We have this region d, and dou d will be this boundary. This boundary we have this normal vector. This normal vector is called n, and this normal vector is n, and the unit normal vector, that is magnitude 1, is denoted by n cap. And this dou n denotes, dou n is an operator, and dou n operates on u means that the derivative of u in the direction n cap.
ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. എൻ ക്യാപ്പിന്റെ ഡയറക്ഷനിൽ ഓരോ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ എൻ ക്യാപ്പിൽ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ 2 ഡയമെൻഷണൽ സ്പേസിൽ 3 ഡയമെൻഷണൽ സ്പേസിൽ ഓരോ വെക്ടറിനും അല്ലെങ്കിൽ ഓരോ ഡയറക്ഷനും അനുസരിച്ചിട്ട് ഡെറിവേറ്റീവ് എടുക്കാനായിട്ട് പറ്റും. എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലെയിനർ റീജിയനെ ഉദ്ദേശിച്ചിട്ട് എൻ ക്യാപ്പ് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും ഓരോ പോയിന്റിലും. ആ പോയിന്റിലുള്ള ആ ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് ആണ് ഡോ എൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡോ എന്നിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഡോ എൻ ഈസ് ഈക്വൽ ടു എൻ ക്യാപ്പ് ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ഡെൽ. അതായത് ഡോ എൻ യു ആക്റ്റഡ് ഓൺ യു എന്ന് പറയുന്നത് എൻ ക്യാപ്പ് ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ഡെൽ യു. ഡെൽ യു എന്താണ്? ഡെൽ യു ദിസ് del u is equal to dou by dou x of u comma dou by dou y of u in 2 dimensional. This is dot producted with the n cap. N cap will have 2 components. Dot product means multiplication of corresponding components and adding these 2 components. Okay. This dou nu will be equal to some g of function g of xy, where g is a given function and n cap is a unit outward normal vector to the boundary dou d, and dou n denotes the differentiation of this u in the direction of n cap, and this problem is called Newman problem. So Poisson equation together with the Newman condition, this one is called Newman problem. This is dou n. You can refer the text. Okay, 1 minute. Sorry, 1 minute. 175 page. Yes. On this page 175, you can refer this. N cap denotes, and dou nu is equal to g of xy, and this n cap denotes the outward in normal vector to dou d, and dou n denotes the differentiation of the direction n cap. Dou n is equal to n cap dot v Newman problem. So next is the Poisson equation together with the boundary condition of third kind u of xy plus alpha. So for some function alpha, dou n u is equal to g of xy, where alpha and g are given function. This is called problem of third kind. This is called Robin problem. This is all terminologies, and we have this definition. What is Robin problem, what is Newman problem, and what is Dirichlet problem. Next is a condition, necessary condition for the existence of a solution of the Newman problem. What is Newman problem? We have defined this Newman problem as Poisson equation together with the Newman boundary condition dou n. And this necessary condition for the existence. If a solution exists, we have this integral over this boundary dou d g of x of s y of s. What is this g? G is we have given in the Newman problem dou n, derivative of u in the direction n cap is equal to g of xy. For here x comma y must be written, and x is x of s is written, y is y of s. In this x of s and y of s is a parameterization of the boundary dou d. ഡോ ഡിയുടെ ഒരു പാരാമീറ്ററൈസേഷൻ ആണ് എക്സ് ഓഫ് എസും വൈ ഓഫ് എസും. അപ്പോൾ ജി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ബൗണ്ടറിയിലാണ്. സോ ഇൻ്റഗ്രൽ ഓവർ ദിസ് ബൗണ്ടറി ജി ഓഫ് എക്സ് ഓഫ് എസ് വൈ ഓഫ് എസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ ഡി ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് ഡി വൈ. ഇനി എന്താണ് ഈ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത്? നമ്മുടെ പോസോൺ ഇക്വേഷനിൽ ഡെൽറ്റ ദിസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ള പോസോൺ ഇക്വേഷൻ. ആ പോസോൺ ഇക്വേഷൻ റൈറ്റ് വരുന്ന എഫ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന ജി എന്ന് പറയുന്നത് നമ്മുടെ ന്യൂമാൻ ബൗണ്ടറി കണ്ടീഷനിലെ ദിസ് ഡോ എൻ യു ഇസ് ഈക്വൽ ടു ജി. ആ ജി ആണ് ഇവിടെ വരുന്നത്. സോ ദിസ് ഇൻ്റഗ്രൽ ഓവർ ദിസ് ബൗണ്ടറി, ഇവിടെ ഇൻ്റഗ്രൽ എടുക്കുന്ന ബൗണ്ടറിയിലാണ്, ഇവിടെ ഫുൾ പ്ലെയിനിലാണ് ഇൻ്റഗ്രൽ എടുക്കുന്നത്. ഇവ രണ്ട് ഈക്വൽ ആണെന്നാണ് ഈ ലെമ്മ പ്രൂവ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്കറിയാം ഡെൽ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ, ഇതാണ് ഡെൽ യു. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഡെൽ വെക്ടർ ഡെൽ ഡോട്ട് ഡെൽ യു. ഡെൽ എന്ന് വെച്ചാൽ എന്താ? ഡോ ബൈ ഡോ എക്സ് കോമ ഡോ ബൈ ഡോ വൈ, സോറി വൈ ഹിയർ, ആൻഡ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ്
What is del u? Del u means dou u by dou x comma dou u by dou y. What is this dot product? Is equal to dou by dou x of dou u by dou x plus dou by dou y of dou u by dou y. What is this one? Is equal to u xx plus u yy. That is same as this delta u. So delta u will be equal to del dot del u. So this we have given the Poisson equation as del u is equal to capital F of x comma y. Instead of this del u, we can notate like this one on the right hand side, that is del dot del u is equal to f. This is Poisson, new form of Poisson equation. Integrating both sides of the equation over d, we have this integral over d del dot del u is equal to integral over del u dx dy is equal to integral over df dx dy. That is written here, and we have another result. This name of this result is this Gauss theorem. This Gauss theorem states that this ah, only you write this one, integral over d del dot del u dx dy is equal to this integral over this boundary of this d and del u dot n vector ds. This is Gauss theorem. Gauss theorem. It is given in the text, and 1 minute. Here it is Gauss theorem. This Gauss theorem can be applied here. So this can be rewritten as del u, this del u dot n cap ds is equal to integral f dx dy. What is this del u dot n? We have already defined the definition for dou n, this dou n u is equal to del u dot n. We have already defined this dou n in the first part. 1 minute. Um, here you have dou n is equal to n dot del. So this del u dot n can be written as dou n u ds integral over dou d is equal to right hand side is integral over d f dx dy. What is dou n u? Dou n u is given yes, in the Newman problem. In the Newman problem, dou n u is given. 1 minute. Now, in the Newman problem, dou n u is equal to g of xy. So here this dou n u goes to g integral over dou d g of xy ds integral over d f of xy dx dy. This ds is a small part of area. This ഇത് ഡി എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ആണെങ്കിൽ അതിലൊരു ചെറിയ ഏരിയ ആണ് ഡി എസ് എന്ന് പറയും. And yes, we have already proved this dou n is equal to this one, dou n definition ആണ്. So we have proved integral over dou d g of xy x of s y of s ds is equal to integral over d f of xy dx dy. ഇതാണ് ഈ പാർട്ടിലെ ഫസ്റ്റ് ലെമ്മ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് പ്രൂഫ് അതാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സംശയമുള്ളവർ തന്നെ ഇവിടെ നോക്കിയാൽ മതി. Here this f of xy, this one. Okay. ഇനി ഇങ്ങനെയുള്ള ഹാർമോണിക് ഫംഗ്ഷൻ നമുക്കറിയാം del u is equal to f of x comma y is equal to 0 ആണെന്നറിയാം. അതായത് f of x y is equal to f is equal to 0 ആണെന്നറിയാം. ലാപ്ലേസ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് നമ്മുടെ ഹാർമോണിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അവിടെ ഇന്റഗ്രൽ ഓവർ ഡി എഫ് ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ ഡി 0 dx dy is equal to 0 ആണ്. പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ദിസ് വൺ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്?
ഇൻ്റഗ്രൽ ഓവർ ഗാമ ഗാമ ബി എനി കർവ്. ആ ഡി എന്ന് പറയുന്ന പ്ലെയിനിൽ കിടക്കുന്ന ഏത് കർവ് ആയിക്കൊള്ളട്ടെ. അത് റിസൾട്ടാണ്, റിസൾട്ടായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഡി എന്ന് പറയുന്ന പ്ലെയിനിൽ കിടക്കുന്ന ഏത് ക്ലോസ്ഡ് കർവ് ഗാമയിലൂടെയും ഡോ എൻ യു ഡി എസ് എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു 0 കിട്ടും. എപ്പോഴാണ് യു ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആവുമ്പോൾ, അതായത് യു സൊല്യൂഷൻ ഓഫ് എ ലാപ്ലേസ് ഇക്വേഷൻ ആവുമ്പോൾ ഇതെപ്പോഴും ട്രൂ ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് മാക്സിമം പ്രിൻസിപ്പിൾ എന്നുള്ളതാണ്. അതാണ് ജസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ മാക്സിമം പ്രിൻസിപ്പിൾ, ദ വീക്ക് മാക്സിമം പ്രിൻസിപ്പിൾ ആണ് തുടക്കത്തിൽ പഠിക്കാനുള്ളത്. ഡി ബി എ ബൗണ്ടഡ് ഡൊമൈൻ ആൻഡ് ലെറ്റ് യു ഓഫ് എക്സ് ഐ ബിലോങ്സ് ടു C2. C2 is 2 times continuously differentiable on all points in D. ഡിയിലെ എല്ലാ പോയിന്റ്സിനും 2 times കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യൽ ഉണ്ട്. അതായത് രണ്ട് പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്ത് കിട്ടുന്ന, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത് കിട്ടുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇന്റർസെക്ഷൻ സി ഓഫ് ഡി ഡാഷ് ഡി ഡി ബാർ. ഡി ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോഷർ ഓഫ് ഡി. ഡി എന്ന് പറഞ്ഞ ഒരു പ്ലെയിനർ റീജിയൻ ആണ്. അതിൻ്റെ ലിമിറ്റ് പോയിന്റ്സും കൂടെ, അല്ലെ ഡി ബാർ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ക്ലോഷർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് പോയിന്റ്സ് കൂടെ കടന്നു വരുമ്പോഴാണ്, ബൗണ്ടറി പോയിന്റ്സ് കൂടെ ചേരുമ്പോഴാണ് ഡി ബാർ കിട്ടുന്നത്. അപ്പോൾ ആ ഡി ബാറിലുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിയിലുള്ള 2 times കണ്ടിന്യൂസ് ഫംഗ്ഷനിലും ഇന്റർസെക്ഷനിൽ വരുന്ന യു ഫംഗ്ഷനുകൾ യു ഓഫ് എക്സ് വൈ ആണ് നമ്മൾ എടുക്കുന്നത്. അതൊരു ഹാർമോണിക് ഫംഗ്ഷൻ ആയിക്കൊള്ളട്ടെ ഇൻ ഡി. ദെൻ ദി മാക്സിമം ഓഫ് ദിസ് ഹാർമോണിക് ഫംഗ്ഷൻ ഇൻ ഡി ബാർ, അതായത് ലിമിറ്റ് പോയിന്റ്സ് കൂടെ കൂട്ടിയിട്ട്, ബൗണ്ടറി പോയിന്റ്സ് കൂടെ കൂട്ടിയിട്ട് അത്രയും പോർഷനിൽ, ഈ ഫുൾ പോർഷൻ അകത്ത് ഈസ് അച്ചീവ്ഡ് ഓൺ ദി ബൗണ്ടറി ഡോ ഡി. അതായത് ഈ പ്ലെയിനാർ റീജിയണിൽ ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഹാർമോണിക് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ അകത്തൊന്നും ആയിരിക്കത്തില്ല, ഈ ബൗണ്ടറിയിലായിരിക്കും അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീക്ക് മാക്സിമം പ്രിൻസിപ്പിൾ പറയുന്നത്. എങ്ങനെയാണ് ഇതിന്റെ പ്രൂഫ് എന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ വേറൊരു ഫംഗ്ഷൻ കണ്ടെത്തുന്നു, സ്മോൾ വി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ബിലോങ്സ് ടു C2 ഓഫ് ഡി ഇന്റർസെക്ഷൻ C ഓഫ് ഡി ബാർ സാറ്റിസ്ഫൈങ് del v greater than 0. അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദിസ് del ഇ വി is equal to വി എക്സ് എക്സ് പ്ലസ് എസ് ഡെൽറ്റ, ഡെൽറ്റ വി, അതായത് വി എക്സ് എക്സ് പ്ലസ് വി വൈ വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ആൻഡ് നമുക്ക് വേറെ റിസൾട്ട് കൂടെ നമുക്ക് കാൽക്കുലസിൽ നിന്ന് കിട്ടും. ഇഫ് എക്സ് നോട്ട് വൈ നോട്ട് ഈസ് എ ലോക്കൽ മാക്സിമം പോയിന്റ് ഫോർ വി. വി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഡിയിലാണ്. ഈ ഡിയിൽ ഇതിനകത്ത് ഏതോ ഒരു പോയിന്റിൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് വിളിക്കുന്നു. ആ പോയിന്റിൽ ലോക്കൽ മാക്സിമം പോയിന്റ് ആകണം. എന്താ ലോക്കൽ മാക്സിമം പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റും, സച്ച് ദാറ്റ് ആ നെയ്ബർഹുഡിലെ എല്ലാ പോയിന്റ്സിൻ്റെയും വി വാല്യൂ എടുത്തു കഴിയുമ്പോൾ ആ വാല്യൂവിനെക്കാട്ടിലെല്ലാം വലുതായിരിക്കും ഏത് v of x naught y naught. Then we can say that this x naught y naught is a local maximum point for this function v. അങ്ങനെ വരുന്ന കേസിൽ നമ്മുടെ കാൽക്കുലസിനകത്തെ റിസൾട്ടാണ്, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഡെൽ വി എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരും. എപ്പോഴാണ്? ലോക്കൽ മാക്സിമം പോയിന്റ് വരുമ്പോൾ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഡെൽ വി ഗ്രേറ്റർ ദാൻ 0 ആണ്. ഡെൽ വി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കണ്ടീഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ there will not be a local maximum point. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? if x naught y naught is a local maximum point then del v less than or equal to 0. ഇതിന്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ് negation സ്റ്റേറ്റ്മെന്റ് എന്താ? തിരിച്ചിങ്ങോട്ട് വരുന്നത് if del v not less than or equal to 0, that is del v greater than 0, then x naught y naught is not a local maximum point of v. That is, v does not have a maximum point inside this d. d ക്കകത്ത് v ന് മാക്സിമം പോയിന്റ് ഇല്ല. മാക്സിമം പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഡെൽ വി എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരും. നമ്മൾ ഡെൽ വി എങ്ങനെ എടുത്തിരിക്കുന്നത്? ഡെൽ വി അല്ല, ഡെൽറ്റ വി എങ്ങനെ എടുത്തിരിക്കുന്നത്? ഗ്രേറ്റർ ദാൻ 0 ആയിട്ടാണ്. സോ ദിസ് we have taken this v as delta v greater than 0 for all points in d. So this v cannot have a local maximum point in d. d യിൽ ലോക്കൽ മാക്സിമം പോയിന്റ് ഇല്ല. ഇനി
യു ഹാർമോണിക് ആണെന്ന് തന്നിട്ടുണ്ട്. ലെമ്മയിൽ തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ദിസ് യു ഈസ് എ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ ദിസ് യെസ്, നമ്മൾ ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ 0 ആയിട്ടൊരു ഫംഗ്ഷനായിട്ട് എടുത്തിരിക്കുന്നത് വിനെ. ആ വിനെ എനിക്ക് ഈ രൂപത്തിൽ എഴുതാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെൽറ്റ വി എന്ന് എടുത്ത് നോക്കട്ടെ. അപ്പോൾ യു എക്സ് എക്സ് ദിസ് യുവിൻ്റെ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുക പ്ലസ് ഡെൽറ്റ വി എടുക്കുന്നതിന് പകരം ഡെൽറ്റ വി എന്ന് വെച്ചാൽ വി എക്സ് എക്സ് പ്ലസ് വി വൈ വൈ ആണ് എടുക്കുന്നത്. വി എക്സ് എക്സ് എന്ന് എടുത്ത് നോക്കാം. വി എന്ന് പറയുന്നത് യു പ്ലസ് എപ്സിലോൺ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണ്. എപ്സിലോൺ ഫോർ സം എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അപ്പം വി എക്സ് എന്ത് വരും? യു എക്സ് പ്ലസ് 2x എപ്സിലോൺ എന്ന് വരും. വി എക്സ് എക്സ് എന്ന് പറയുന്നത് യു എക്സ് എക്സ് പ്ലസ് 2 എപ്സിലോൺ എന്ന് വരും. ലൈക്ക് വൈസ് വി വൈ വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു യു വൈ വൈ പ്ലസ് 2 എപ്സിലോൺ വരും. അപ്പോൾ നമുക്ക് ഡെൽറ്റ വി എന്ന് പറയുന്നത് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ പ്ലസ് 2 എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ ഈസ് ഈക്വൽ ടു 4 എപ്സിലോൺ. നമുക്ക് വി നമ്മൾ ഇവിടെ യു ആണ്, സോറി, ദിസ് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ദിസ് ഇസ് ഒന്നുകൂടെ എഴുതാം. യു എക്സ് എക്സ് പ്ലസ് ഇവിടെ വി എക്സ് എക്സ് ആണ് ഈസ് ഈക്വൽ ടു പ്ലസ് 2 എപ്സിലോൺ പ്ലസ് ദിസ് വി വൈ വൈ ഈസ് ഈക്വൽ ടു this u y y plus 2 epsilon is equal to u x x plus u y y plus 2 epsilon. u x x plus u y y നമുക്കറിയാം അത് ഹാർമോണിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് 0 വരും. ബാക്കി 2 എപ്സിലോൺ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. സോ 2 എപ്സിലോൺ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു greater than 0. So delta v will be greater than 0. So this is satisfied. So we can take v function as u plus epsilon x square y square because it satisfies del v greater than 0. Now this we have taken this capital M as maximum of this function u in the boundary del d, and this capital L as maximum of this function x square plus y square on the boundary dou d. Now this maximum of d in v will be equal to this maximum of 1 minute dou d v. why? എന്തുകൊണ്ടാ? നമ്മൾ ഡിയിലുള്ള എല്ലാ പോയിന്റ്സിൻ്റെയും ഡിയിലുള്ള എല്ലാ പോയിന്റ്സും എടുത്തിട്ട് വി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ മാക്സിമം എടുക്കുന്നതും ബൗണ്ടറി പോയിന്റ്സ് മാത്രം എടുത്തിട്ട് അതിൻ്റെ മാക്സിമം എടുക്കുന്നതോടും തുല്യമായിരിക്കും. കാരണം എന്താ? ഈ വിന് ഈ ഡിയുടെ ഉള്ളിൽ മാക്സിമം പോയിന്റുകൾ അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം പോയിന്റുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമ്മൾ ജസ്റ്റ് മുമ്പേ ഒരു ആർഗ്യുമെന്റ് പോലെ പറഞ്ഞായിരുന്നു. അപ്പം ഈ വിയുടെ മാക്സിമം നോക്കുന്നതിന് പകരം എവിടെ നോക്കിയാൽ മതി? ഈ ബൗണ്ടറിയിൽ മാത്രം നോക്കിയാൽ മതി. അകത്ത് മാക്സിമം പോയിന്റ് ഒന്നും ഇല്ല. അപ്പോൾ ഇത് ട്രൂ ആയിട്ട് വരും. മാക്സിമം ഓവർ ഡി നോക്കുന്നതിന് പകരം ഡോ ഡി നോക്കിയാൽ മതി. അതായത് ബൗണ്ടറിയിൽ നോക്കിയാൽ മതിയാകും. ഇനി ഇതെന്ന് പറയുന്നത് മാക്സിമം ഓഫ് ഡോ ഡി വിയുടെ എക്സ്പാൻഷൻ യു പ്ലസ് എപ്സിലോൺ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അങ്ങനെയാണ് വി നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ വി നമ്മൾ എടുത്തിട്ടുണ്ട്. വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമത്തിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഡോ ഡി യു പ്ലസ് മാക്സിമം ഡോ ഡി എപ്സിലോൺ യു സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി മാക്സിമം ഓവർ ഡോ ഡി യു എന്താന്ന് തന്നിട്ടുണ്ട്? എന്താ? എം പ്ലസ് ദിസ് എപ്സിലോൺ ഈസ് കോമൺ ഔട്ട് ആൻഡ് മാക്സിമം ഡോ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്ര? എൽ. സോ ദിസ് maximum this v will be less than or equal to maximum over d v. ശരിയല്ലേ? വിയുടെ വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ മാക്സിമം വാല്യൂക്കാട്ടിലും താഴെയായിരിക്കും. സോ വി ക്യാൻ റിട്ടേൺ ആസ് v ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓവർ v d വിൽ ബി ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു m പ്ലസ് എപ്സിലോൺ l. സോ v ലെസ് ദാൻ ഓർ ഈക്വൽ ടു m പ്ലസ് എപ്സിലോൺ l in d. This can be proved in this way. Now this v is written as u plus epsilon x square plus y square. So u can be written as v minus epsilon x square plus y square. So
this u can be written as v minus epsilon x square plus y square will be less than or equal to v, because here in this term we have some epsilon into x square plus y square, some positive number is subtracted from v, which will be less than or equal to v. So this v will be less than or equal to, from here, applying here m plus epsilon l. So together u is less than or equal to m plus epsilon l. So this is, we can write. So this epsilon is arbitrary, and we can write this as u implies u less than or equal to m. This is a result in real analysis. So u will be less than or equal to m. What does this mean? What is this m? M is equal to maximum over dou d this u. This m is written like this. So the value of u will be less than or equal to the maximum of the function u in the boundary. So the maximum of this u is attained on where? This boundary point. Boundary പോയിന്റിലെ ഏതോ ഒരു പോയിന്റിലാണ് യുവിൻ്റെ മാക്സിമം ഇരിക്കുന്നത്. കാരണം നമ്മുടെ യുവിൻ്റെ എല്ലാ വാല്യൂസും ഡിക്കകത്ത് ഈ പ്ലെയിനർ റീജിയനിലെ ഇൻസൈഡിലെ എല്ലാ യു വാല്യൂസും ആരെക്കാട്ടിലും താഴെയായിരിക്കും എന്ന് നമ്മൾ കണ്ടെത്തിയത് എമ്മിനെ, ക്യാപിറ്റൽ എമ്മിനെക്കാട്ടിലും താഴെ. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബൗണ്ടറിയിലെ പോയിന്റ്സിന്റെ എല്ലാം മാക്സിമം, അതായത് ഏതോ ഒരു പോയിന്റിൽ മാക്സിമം വരുന്നുണ്ട്, ആ പോയിന്റിനെക്കാട്ടിലും താഴെ ആയിരിക്കും ഇതിനകത്ത്. അതായത് ഈ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ മാക്സിമം അറ്റൈൻ ചെയ്യുന്ന എവിടെയായിരിക്കും? ഈ ബൗണ്ടറിയിൽ ആയിരിക്കും. സോ യു വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻ ഡി. So this lemma is this weak maximum principle we have proved. This D be a bounded domain and u will be this function harmonic, and the maximum of u is attained on the boundary of this set D. So if u is harmonic ആണെങ്കിൽ മൈനസ് യു എന്ത് തന്നെയായിരിക്കും? ഹാർമോണിക് ആയിരിക്കും. കാരണം മൈനസ് യുവിൻ്റെ ഡെൽറ്റ എടുക്കുമ്പോൾ മൈനസ് യു എക്സ് എക്സ് മൈനസ് യു എക്സ് എക്സ് പ്ലസ് മൈനസ് യു വൈ വൈ, മൈനസ് കോമൺ എടുക്കും, മൈനസ് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു മൈനസ് സീറോ. കാരണം യു ഹാർമോണിക് ആയതുകൊണ്ട് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ എന്ന് പറയുന്നത് സീറോ വരും, ഈസ് ഈക്വൽ ടു സീറോ. സോ മൈനസ് യുവും എന്ത് തന്നെയായിരിക്കും? ഹാർമോണിക് ആയിരിക്കും. ആൻഡ് ദിസ് ഹാർമോണിക് ഫംഗ്ഷൻ എല്ലാം നേരത്തെ റിസൾട്ട് ട്രൂ ആണ്. സോ ദിസ് maximum of minus u will be attained on the boundary of any set u. ഏതാണോ എടുത്തിരിക്കുന്ന സെറ്റായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഡിയിൽ, ഡിയുടെ ബൗണ്ടറിയിലാണ് മൈനസ് യുവിൻ്റെയും മാക്സിമം അറ്റൈൻ ചെയ്തിരിക്കുന്നത്. മൈനസ് യു, ഇനി ഇങ്ങനെ റിലേഷൻ ഉണ്ട്, മിനിമം ഓഫ് യു ഈസ് ഈക്വൽ ടു മൈനസ് മാക്സിമം ഓഫ് മൈനസ് യു. സോ we can write this as maximum of minus u is equal to minus minimum of u. അതായത് മൈനസ് യുവിൻ്റെ മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് ഡോഡിയിലാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് യുവിൻ്റെ മിനിമത്തിൻ്റെ നെഗറ്റീവ് എവിടെ തന്നെയായിരിക്കും അച്ചീവ് ചെയ്യുക? ബൗണ്ടറി തന്നെയായിരിക്കും. യുവിൻ്റെ മിനിമത്തിൻ്റെ നെഗറ്റീവ് ബൗണ്ടറിയിലാണെങ്കിൽ യുവിൻ്റെ മിനിമവും ബൗണ്ടറി തന്നെയായിരിക്കും അച്ചീവ് ചെയ്യുക. കാരണം ഈ നെഗറ്റീവ് മാറ്റിയിട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദ മിനിമം ഓഫ് എ ഹാർമോണിക് ഫംഗ്ഷൻ യു ഈസ് ഓൾസോ ഒബ്റ്റൈൻഡ് ഓൺ ദി ബൗണ്ടറി ഡോ ഡി. വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദ മീൻ വാല്യൂ പ്രിൻസിപ്പിൾ നെക്സ്റ്റ്, D be a planar domain and u be the harmonic function there, and let x naught y naught be a point in D. Assume that BR is a disk of radius r centered at x naught y naught, and 1 minute. Yes, and ഡി എന്ന് പറയുന്നത് ഒരു പ്ലെയിനാർ ഡൊമൈൻ ആണ്, യു എന്ന് പറയുന്നത് ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണ്, ആൻഡ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ഡിയിലെ ഒരു പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബി ആർ എന്ന് സൂചിപ്പിക്കുന്നത് റേഡിയസ് ആർ ഉള്ള എക്സ് നോട്ട് വൈ നോട്ട് സെൻറ്റർ ആക്കിയിട്ടുള്ള ഒരു ഡിസ്ക് ആണ്. ആൻഡ് ദിസ് ഡിസ്ക് ഈസ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ ഡി ആണ്. ഫോർ എനി സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ സീറോ, ലെറ്റ് സി ആർ ബി ദ ബൗണ്ടറി ഓഫ് ഡോ ബി സ്മോൾ ആർ ആണ്, തിരുത്തിക്കോണം, ഇവിടെ സ്മോൾ ആർ ആണ്, സ്മോൾ ആർ ഡോ
ബൗണ്ടറി ഓഫ് ബി ആർ. സോ സി ആർ ഈസ് ഈക്വൽ ടു ബൗണ്ടറി ഓഫ് ബി ആർ. അതായത് ആർ റേഡിയസ്, സ്മോൾ ആർ റേഡിയസിൽ എക്സ് നോട്ട് വൈ നോട്ട് സെൻട്രലാക്കിയിട്ടുള്ള ഡിസ്കിന്റെ ബൗണ്ടറിയാണ് സി ആർ എന്ന് പറയുന്നത്. ദെൻ ദ വാല്യൂ ഓഫ് യു അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഈസ് ദി ആവറേജ് ഓഫ് ദി വാല്യൂസ് ഓഫ് യു ഓൺ ദി സർക്കിൾ സി ആർ, ക്യാപിറ്റൽ ആർ. അതായത് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന സർക്കിൾ, ആ സർക്കിൾ സെൻറ്റർ ചെയ്തിരിക്കുന്ന എക്സ് നോട്ട് വൈ നോട്ടിലാണ്, റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിലുള്ള പോയിന്റ്സിന്റെ യുവിന്റെ വാല്യൂസ് എല്ലാം കൂടെ എടുത്ത് ആവറേജ് എടുക്കുന്നതിന് തുല്യമായിരിക്കും എന്ത്, എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിലെ യുവിന്റെ വാല്യൂ എന്ന് പറയുന്ന ആ രണ്ട് വാല്യൂസും ഈക്വൽ ആയിരിക്കും. അതായത് ഒരു ഡൊമൈൻ എടുക്കുമ്പോൾ ആ ഡൊമൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ടിലെ യു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിന് എന്തെടുത്താൽ മതി, അതിന് ചുറ്റും ആർ റേഡിയസ് വരുന്ന ഒരു ഡിസ്ക് എടുത്തിട്ട് ആ ഡിസ്കിന് ആ റേഡിയസ് ഈ ബൗണ്ടറിയിൽ വരുന്ന, ഈ ഡിസ്കിന്റെ ഈ ബൗണ്ടറിയിൽ വരുന്ന പോയിന്റ്സിന്റെ വാല്യൂസ് എല്ലാം കൂടി, യു വാല്യൂസ് എല്ലാം കൂടി എടുത്തിട്ട് ആവറേജ് എടുക്കുന്നതിന് തുല്യമായിരിക്കും. അതായത് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, ആ പോയിന്റിലുള്ള യു വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് എന്ന് പറയുമ്പോൾ 1/2π ക്യാപിറ്റൽ ആർ, ആർ ആണ് ഇവിടുത്തെ സർക്കിളിന്റെ റേഡിയസ്. ആൻഡ് ദിസ് സി ആർ ആണ്, സി സ്മോൾ ആർ താഴെയാണ് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുന്നത്. സി ആർ എന്ന് വെച്ചാൽ സർക്കിൾ സി ആർ വിത്ത് റേഡിയസ് ക്യാപിറ്റൽ ആർ ആൻഡ് സെൻറ്റേർഡ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം യു ഓഫ് എക്സ് ഓഫ് എസ് വൈ ഓഫ് എസ് ഡി എസ്. എക്സ് ഓഫ് എസ് വൈ ഓഫ് എസ് എന്ന് പറയുന്നത് ഈ സി ആർ സർക്കിളിന്റെ പാരാമീറ്ററൈസേഷൻ ആണ്. അത് തന്നെ ആയിരിക്കും, സെയിം ആയിരിക്കും 1/2π ഇൻ്റഗ്രൽ 0 to 2π യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ആർ കോസ് തീറ്റ വൈ നോട്ട് പ്ലസ് ആർ സൈൻ തീറ്റ. അതായത് എക്സ് നോട്ട് വൈ നോട്ടിൽ സെൻറ്റർ ചെയ്തിരിക്കുന്ന സർക്കിൾ വിത്ത് റേഡിയസ് ക്യാപിറ്റൽ ആർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ സർക്കിളിലെ പോയിന്റ്സിന്റെ പാരാമീറ്ററൈസേഷൻ എന്തായിരിക്കും, എക്സ് നോട്ട്, പാരാമീറ്ററൈസേഷൻ ജനറൽ ആയിട്ട് എക്സ് ഓഫ് എസ് വൈ ഓഫ് എസ് ആണ് സൂചിപ്പിക്കുന്നത്. അതായത് എക്സ് ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ക്യാപിറ്റൽ ആർ കോസ് തീറ്റ ആയിരിക്കും. ആൻഡ് ദിസ് y of s will be y naught plus capital R sin theta. ഇവിടെ എസ് എന്ന് പറയുന്ന പാരാമീറ്ററും തീറ്റ എന്ന് പറയുന്ന പാരാമീറ്ററും ഈക്വൽ ആയിരിക്കും. എക്സ് നോട്ട് വൈ നോട്ട് സെൻറ്റർ ആണ്, ക്യാപിറ്റൽ ആർ റേഡിയസ് ആണ്, അതെല്ലാം ഫിക്സ്ഡ് ആണ്. ഇവിടെ മാറുന്നത് തീറ്റ മാത്രമേ മാറത്തുള്ളൂ. അതായത് എക്സ് ഓഫ് എസിന് പകരം എക്സ് ഓഫ് തീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ വൈ ഓഫ് തീറ്റ എന്ന് എഴുതുന്നതിലും തെറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ മാറിയിരിക്കുന്നത്. എക്സ് ഓഫ് എസിനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റി, വൈ ഓഫ് എസിനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റി, ഡി എസിന് പകരം ഡി തീറ്റ, കാരണം എസ് ഇസ് ഇക്വൽ ടു തീറ്റ ആകുമ്പോൾ ഡി എസ് ഇസ് ഇക്വൽ ടു ഡി തീറ്റ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ഇൻ ദിസ് ഫോം. ഇവിടെ ഒരു ഡി എസ് ഇസ് ഇക്വൽ ടു ഡി. ഓക്കെ ദിസ് അപ്പം ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റൽ ആർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതിന് ഇടയ്ക്ക് വരുന്ന ഒരു സ്മോൾ ആർ എടുക്കുന്നു. ദിസ് ക്യാൻ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഓൾസോ. പുതിയൊരു ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഈ സ്മോൾ ആർ ഇവിടെ ഇപ്പം ഫിക്സ്ഡ് ആയിട്ട് എടുത്തിരിക്കുന്നത്, ആ സ്മോൾ ആർ ഈസ് ഫിക്സ്ഡ്. ഇനി വി ഓഫ് ആർ തീറ്റ ഈസ് ഈക്വൽ ടു യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ആർ കോസ് തീറ്റ വൈ ഓഫ് വൈ നോട്ട് പ്ലസ് ആർ സൈൻ തീറ്റ ആയിട്ട് വിനെ, പുതിയൊരു ഫംഗ്ഷൻ വിനെ ആർ തീറ്റയിൽ നമ്മൾ എഴുതുകയാണ്. യു ഓഫ് എക്സ് നോട്ട് പ്ലസ് ആർ കോസ് തീറ്റ വൈ നോട്ട് പ്ലസ് ആർ സൈൻ തീറ്റ. ഇവിടെ ആറും മാറുന്നുണ്ട്, തീറ്റയും മാറുന്നുണ്ട്. ഇനി ഈ വി ആറിനെ ദിസ് 1 minute, ക്യാപിറ്റൽ വി ഓഫ് ആർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ക്യാപിറ്റൽ വി ഓഫ് ആർ ഡിഫൈൻ ചെയ്യുന്നത് 1/2π സ്മോൾ ആർ ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ ഓവർ ദിസ് സർക്കിൾ സി ആർ വിത്ത് റേഡിയസ് സ്മോൾ ആർ ആൻഡ് സെൻറ്റേർഡ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. പിന്നെ എന്തിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, സ്മോൾ വിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഡി എസ് എന്ന് പറയുന്നത് ഈ സി ആർ എന്ന് പറയുന്ന സർക്കിളിൻ്റെ പാരാമീറ്ററൈസേഷനാണ്. അപ്പോൾ ആ സർക്കിളിൽ സി ആറിൽ ഇവിടെ എക്സ് നോട്ട് വൈ നോട്ട് സെൻറ്റർ വരും, ആർ സ്മോൾ ആർ റേഡിയസിൽ. ഈ സർക്കിളിലെ പോയിന്റ്സിൽ കൂടെ എല്ലാം കോണ്ടൂർ ഇൻ്റഗ്രൽ, സർക്കിൾ ഇൻ്റഗ്രൽ, അതാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. സർക്കിളിലെ പോയിന്റ്സിൽ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഏതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, സ്മോൾ വിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 1/2 പവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ വി ഓഫ് ആർ കിട്ടും. ഓരോ ആറിനനുസരിച്ചും ഇത് മാറിക്കൊണ്ടിരിക്കും.
നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇതെന്ന് പറയുന്നത് 1/2π ഇന്റഗ്രൽ 0 to 2π v ഓഫ് ദിസ് ഈസ് റിട്ടേൺ ഇൻ ദിസ് ഫോം v ഓഫ് r തീറ്റ d തീറ്റ. ഇനിയും ഇതിനെ രണ്ട് സൈഡിലും r കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? v ഓഫ് r എന്നുള്ളത് v സബ്സ്ക്രിപ്റ്റ് r ഓഫ് r ഈസ് ഈക്വൽ ടു 1/2π ഇന്റഗ്രൽ 0 to l ദിസ് vr ഓഫ് r തീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഇനി വി ആർ ഓഫ് ആർ തീറ്റ എന്താ? വി ഓഫ് തീറ്റ നമുക്കറിയാം യു ഓഫ് ദിസ് എക്സ് നോട്ട് പ്ലസ് സ്മോൾ ആർ കോസ് തീറ്റ വൈ നോട്ട് പ്ലസ് ആർ സൈൻ തീറ്റ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ വി ആറിലുള്ള ഡെറിവേറ്റീവ് ഡോ ബൈ ഡോ ആർ ആണ്. ഇനി ഡി തീറ്റ അതുപോലെ കൊടുക്കണം. അപ്പോൾ ഈ ഫോമിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ദിസ് ഇനി ഇതിനെ ആറിലൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അപ്പോൾ എന്ത് കിട്ടും? ദിസ് എക്സ് നോട്ട് പ്ലസ് ആർ കോസ് തീറ്റ നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. അത് എക്സ് ഓഫ് എസ് ആണ്, അല്ലെങ്കിൽ എക്സ് ഓഫ് തീറ്റയാണ്. വൈ നോട്ട് പ്ലസ് ആർ സൈൻ തീറ്റ എന്താണ്? വൈ ഓഫ് എസ് ആണ്, അല്ലെങ്കിൽ വൈ ഓഫ് തീറ്റ ആണ്. അത് എവിടുന്ന് എഴുതിയത്? നമ്മൾ തുടക്കത്തിൽ ഇവിടുന്ന് എഴുതി എക്സ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ദിസ് വൺ ആൻഡ് വൈ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ദിസ് വൺ. ഇനി ഇതിനെ ആറിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഈ ഇൻ്റഗ്രലിനകത്ത് ഇത്രയും കാര്യം ആറിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഈക്വൽ ടു യു, ആദ്യം ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ട് ഈ ഫംഗ്ഷനെ ഡെറിവേറ്റീവ് എടുക്കണം. അതായത് യു എക്സ് നോട്ട് പ്ലസ് ആർ കോസ് തീറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനിലുള്ള ഡെറിവേറ്റീവ് എടുത്തിട്ട് ഇൻറ്റു ഇതിനകത്ത് ആറിൽ ഡെറിവേറ്റീവ് എടുക്കണം. എക്സ് നോട്ട് കോൺസ്റ്റൻ്റ് ആണ്. ആറിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ദിസ് കോസ് തീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. പ്ലസ് യു എക്സ് വൈ നോട്ട് പ്ലസ് ആർ സൈൻ തീറ്റ, ദിസ് സൈൻ തീറ്റയുടെ കോസ് തീറ്റയുടെ ആറിലുള്ള കോസ് തീറ്റ വരും, ഇവിടെ സൈൻ തീറ്റ വരും. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? യു എക്സ്, കാരണം എക്സ് ഓഫ് എസ് ആയിട്ട് എടുത്തിരിക്കുന്നത് എക്സ് നോട്ട് പ്ലസ് ആർ കോസ് തീറ്റ ആണ്. അപ്പം എക്സ് നോട്ട് പ്ലസ് ആർ കോസ് തീറ്റനെ യു എക്സ് കോസ് തീറ്റ, ലൈക്ക് വൈസ് യു വൈ സൈൻ തീറ്റ എന്ന് എനിക്ക് എഴുതാനായിട്ട് പറ്റും. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? ദിസ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ സൈൻ തീറ്റ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് യു എക്സ് യു വൈ. ശരിയല്ലേ? രണ്ടിനും ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ? യു എക്സ് ഇൻറ്റു കോസ് തീറ്റ പ്ലസ് യു വൈ ഇൻറ്റു സൈൻ തീറ്റ. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനിയും ഇതെന്താണ്? ഈ കോസ് തീറ്റ സൈൻ തീറ്റ യൂണിറ്റ് നോർമൽ ഔട്ട്വേർഡ് വെക്ടർ ആണ്. ഏതിൻ്റെ? സർക്കിൾ വിത്ത് സെൻറ്റർ ആർ ആൻഡ് റേഡിയസ് സ്മോൾ ആർ വിത്ത് സെൻറ്റേർഡ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. അതിൻ്റെ പാരാമീറ്ററൈസേഷൻ എന്താ? എക്സ് നോട്ട് പ്ലസ് ആർ സൈൻ കോസ് തീറ്റ വൈ നോട്ട് പ്ലസ് ആർ സൈൻ തീറ്റ. ഇതാണ് പാരാമീറ്ററൈസേഷൻ. അങ്ങനെയുള്ള കർവിൻ്റെ ഔട്ട്വേർഡ് യൂണിറ്റ് നോർമൽ ആണ് കോസ് തീറ്റ സൈൻ തീറ്റ. അതുപോലെ കാണാൻ പഠിച്ചാൽ മതി. കാൽക്കുലസിലെ റിസൾട്ട് ആണ്. അപ്പോൾ ഇതിനെ എനിക്ക് എൻ ക്യാപ്പ് ഡോട്ട് ദിസ് ഡോട്ട് പ്രോഡക്റ്റ് ഈസ് ഡോട്ട് ഹിയർ ആൻഡ് ദിസ് വാട്ട് ഈസ് ദിസ് യു എക്സ് യു വൈ, ദിസ് ഈസ് ഡെൽ യു ആണ് ദിസ് യു എക്സ് യു വൈ എന്ന് പറയുന്നത്. സോ വി ഹാവ് റിട്ടൺ ആസ് എൻ ക്യാപ്പ് ഇൻറ്റു ഡെൽ യു. ഇനി എൻ ക്യാപ്പ് ഇൻറ്റു ഡെൽ യു എന്താ? ഈക്വൽ ടു ഡോ എൻ യു, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് യു ഇൻ ദ ഡയറക്ഷൻ എൻ. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഡോ എൻ യു ഈസ് ഈക്വൽ ടു എൻ ക്യാപ്പ് ഇൻറ്റു ഡെൽ യു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? ഈ ഡെറിവേഷൻ ഉപയോഗിച്ചിട്ട് ദിസ് ഡോ എൻ യു ഡി എസ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇൻ്റഗ്രൽ ഓവർ എനി കർവ്, ക്ലോസ്ഡ് കർവ് ഡോ എൻ യു ഡി എസ് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ടെക്സ്റ്റിലാണ്, അത് നിങ്ങൾ അതുപോലെ എഴുതിയാൽ മതി. ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ഡോ എൻ യു ഡി എസ് ഈസ് ഈക്വൽ ടു 0. 7.9 ടെക്സ്റ്റിലുണ്ട്. അത് അതുപോലെ എഴുതുക. ഇപ്പം നോട്ട് എഴുതുമ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വേണം നോട്ട് എഴുതാൻ. സോ ദിസ്
Dou nu is equal to, this is fully equal to 0. So this is 1 by 2 pi r into 0 is equal to 0. So we have given again noted as Vr of r is equal to 0. That is derivative of this r function v with respect to r is equal to 0 means of v of r will be a constant, right? Constant v of r, that is v of r does not depend on r, v of r will be a constant. Now this we have this c small r is equal to u of x naught plus r uh, cos theta comma y naught plus r sin theta. We have already defined like that. If r is equal to 0, this becomes r is equal to 0 means u of x naught y naught, r cos theta 0 ആയി പോവും, r sin theta 0 ആയി പോവും. So this format will be u of x naught y naught. u of x naught y naught എന്ന് പറയുന്നത് ക്യാപിറ്റൽ വിയുടെ ടേംസിൽ എന്ത് വരും? ക്യാപിറ്റൽ വി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദിസ് ക്യാപിറ്റൽ വി ഡിഫൈൻ ചെയ്തത് വി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ ഇൻ്റഗ്രൽ 0 ടു 2 പൈ വി ഓഫ് ആർ തീറ്റ എന്ന് പറഞ്ഞിട്ടാണ്. ദിസ് അങ്ങനെയാണെങ്കിൽ വി ഓഫ് ഇവിടെ നിന്ന് ദിസ് സ്മോൾ വി ഓഫ് 0, ദിസ് യെസ്, ഇവിടെ ക്യാപിറ്റൽ വി ഓഫ് ആർ എന്ന് പറയുന്നത് 1 ബൈ 2 പൈ ഇൻ്റഗ്രൽ 0 ടു 2 പൈ സ്മോൾ വി ഓഫ് ആർ കോമ തീറ്റ ഡി തീറ്റ. ദിസ് സ്മോൾ വി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ആർ എന്നും പറഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ദിസ് വി ഓഫ് ആർ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ വി ഓഫ് 0 ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ ഇൻ്റഗ്രൽ 0 ടു 2 പൈ v of 0 theta d theta. This is a constant, we can take it out like v of 0 theta into integral 1 by 2 pi integral 0 to 2 pi d theta. So this is equal to v of 0 theta is equal to into 1 by 2 pi integral 0 to 2 pi d theta എന്താ 2 pi കിട്ടും. 2 pi cancelled, we get v of 0 theta. That is this v capital V of 0 is equal to small v of 0 theta. What is small v of 0 theta? Put r is equal to 0 in here. That is u of x naught plus 0 comma y naught plus 0, that is u of x naught y naught, that is v of 0 is equal to u of x naught y naught. So here we can write like this, u of x naught y naught will be equal to capital V of 0. Capital V of 0 can be written as limit sum delta tends to 0 small small note, this is capital V. 1 minute. Now here u of x naught y naught is equal to capital V of 0 is equal to limit rho tends to 0 v of rho, and we, we we have given that v of r is a constant, that is v r of r is equal to 0 implies v of r is equal to a constant. So this limit, this constant v of rho will be a constant. So this limit can be written as v of rho into limit rho tends to 0 1. That is v of rho. That is equal. This is equal to v of r, because v of r is a constant for any rho or any r. Both the values will be equal to same. So v of r can be written like this. What is v of r we have defined? V of r we have defined, here it is integral integral 1 by 2 pi integral 0 to 2 pi this v of r theta. What is v of r theta is equal to u of x of s comma y of s, because s is parameterization of x of s is this one and y of s is this one. So we can write u of x of s y of s integral over cr is 1 by 2 pi, the same as 1 by 2 pi r integral
contour integral over CR V ds. What is V? V is u of x of s, y of s. This V can be replaced by u of x of s, y of s ds. So we have proved u of x naught y naught is equal to 1 by 2 pi r integral c r u of x of s, y of s. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഏത് ആറിനും വേണ്ടി നമ്മൾ എടുത്തു, ആർബിട്രറി ആയിട്ടാണ് ആർ എടുത്തിരിക്കുന്നത്. സീറോ ലെസ് ദാൻ ഈക്വൽ ടു സീറോ ലെസ് ദാൻ ആർ ലെസ് ദാൻ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. അങ്ങനെയാണ് നമ്മളിത് ഈ തിയറം പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഈ തിയറത്തിന്റെ റിസൾട്ട് യു ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഈസ് ഈക്വൽ ടു ദിസ് 1 by 2 pi 1 by 2 pi r integral cr u of x of s, y of s. This one 1 by 2 pi r. ഏത് ആറിനും ഇത് ട്രൂ ആണ്. ആർ നമ്മൾ എടുത്തിരിക്കുന്നത് സീറോയ്ക്കും ക്യാപിറ്റൽ ആറിനും ഇടയിലാണ്. സ്മോൾ ആർ ക്യാൻ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. സോ വി ക്യാൻ replace this small r by any r that lies between 0 and capital R. So r small r can be equal to capital R. So this can be replaced by capital R also. The result is true for capital R also. So u of x naught y naught will be equal to 2 pi capital R integral cr u of x naught y naught. So the max mean value principle is also proved. Okay, thank you.